നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ 10th ലെവൽ പ്രിലിംസിനകത്ത് വരുന്ന ജൂനിയർ അസിസ്റ്റന്റ് സ്റ്റേറ്റ് വൈഡിന്റെ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള എക്സാമിന്റെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിനകത്ത് ഒരുപാട് ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 5250 മുതൽ 8390 വരെയാണ്. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിന്റെ കാര്യം നോക്കാം. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആള് ഇത്രയാണ്. ഇതിന്റെ കട്ട് ഓഫ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 99.6 കേട്ടോ. അപ്പോൾ കട്ട് ഓഫ് കണ്ടിട്ടാണ് ഞാനൊന്ന് ഞെട്ടിയത്. 99.6 വരുന്നുണ്ട് ഇതിനകത്ത്. 99.6 നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഈ 99.6 മാർക്ക് കിട്ടിയ ആൾക്കാരാണ് ഇത്രയും വന്നിട്ടുള്ളത്. ഈ മാർക്ക് നോർമലൈസേഷൻ വഴി ആണോ അതോ അല്ലാതെ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അല്ലാതെ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ നോർമലൈസേഷൻ ഉണ്ടാവും എന്നുള്ളതിന് തന്നെ ഒരു തെളിവായിട്ടാണ് ഈ ഒരു ജൂനിയർ അസിസ്റ്റന്റ് സ്റ്റേറ്റ് വൈഡിന്റെ കട്ട് ഓഫ് ഈ ഒരു 99ലേക്ക് പോയത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ജൂനിയർ അസിസ്റ്റന്റിന്റെ കട്ട് ഓഫിനകത്ത് വന്നിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളന്ന് കമന്റ് ആയിട്ട് പറയുക. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് സെക്യൂരിറ്റി ഗാർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വാച്ചർ ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡിന്റെ ലിസ്റ്റാണ്. ഇത് NCA-ST ലിസ്റ്റാണ്. കണ്ടല്ലോ, വേരിയസ് ഗവൺമെന്റിന്റെ കമ്പനീസിലേക്കുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ ലിസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് കൺസേൺഡ് കമ്പനിയാണ്. കമ്പനി പറയുന്ന സാലറിയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര പേരുണ്ട്? 6 പേര്. 6 പേര് മാത്രമേ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 12.66 ആണ് കേട്ടോ. 12.66. അപ്പോൾ ഇതിൽ കുറച്ച് പേര് മാത്രം ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് നമ്മുടെ NCA-ST ലിസ്റ്റാണത്. അപ്പോൾ ഈ കട്ട് ഓഫ് അല്ല പ്രശ്നം. ഇവിടെ ഞാൻ കണ്ടത് നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റ് സ്റ്റേറ്റ് വൈഡിന്റെ കട്ട് ഓഫ് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 99.6 ഇങ്ങനെ കട്ട് ഓഫ് ആയിട്ട് വരുമോ എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. ഈ തംബ്നെയിൽ കണ്ടിട്ട് ഇനിയിപ്പോൾ ഇതും തള്ളാണോ എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 99.6 തന്നെയാണ് ഈ ഒരു ലിസ്റ്റിന്റെ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. വേറെ ലിസ്റ്റ് ഒന്നും നിലവിൽ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സിലബസ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ജൂൺ ജൂലൈ ആഗസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ആ ഒരു സമയത്തൊക്കെ എക്സാംസിന്റെ പൂരക്കളയാണ്. മാക്സിമം ടൈം എടുത്ത് എല്ലാവരും നല്ലപോലെ പഠിക്കുക. ആ ഒരു കാര്യം മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നെ ഈ തൊഴിൽവീതി ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും PDF നോട്ടുകളൊക്കെ ആവശ്യമുള്ളവരും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പഴയ ടെലഗ്രാം ചാനലല്ല, 7000 മെമ്പേഴ്സുള്ള ടെലഗ്രാം ചാനലല്ല, അത് കയ്യിൽ നിന്ന് പോയി. ഇത് പുതിയൊരു ടെലഗ്രാം ചാനലാണ്. ഇപ്പോൾ ഒരു 2500-2800 മെമ്പേഴ്സ് എന്തോ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ക്ലാസ്സും വീഡിയോസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PS എന്ന് പറയുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.